നമസ്കാരം, സ്വാഗതം. നമ്മൾ ദിവസവും വാങ്ങുന്ന സാധനങ്ങൾ, ഒരു ചെറിയ സ്നാക്ക് പാക്കറ്റ് വരെ എങ്ങനെയാണ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ ആ ഒരു അദൃശ്യമായ യാത്രയുടെ രഹസ്യം ചുരുളഴിക്കാൻ പോവാണ്. അതെ, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണാൻ നമുക്ക് വളരെ സിമ്പിളായൊരു സാധനത്തിന്റെ യാത്രയെ പിന്തുടരാം. ഇത് നോക്കൂ, ഒരു സാധാരണ ബനാന ചിപ്സിന്റെ പാക്കറ്റ്. കാണുമ്പോൾ വളരെ ലളിതമാണല്ലേ? പക്ഷേ ഈ ഒരു പാക്കറ്റിന്റെ പിന്നിൽ അതിസങ്കീർണവും എന്നാൽ വളരെ കൃത്യമായി ഏകോപിപ്പിച്ചതുമായ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. കേരളത്തിലെ ഏതോ ഒരു കൃഷിയിടത്തിൽ നിന്ന് ഇതെങ്ങനെയാണ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള കടയിലെത്തുന്നത്? ആ കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഏതൊരു ഉൽപ്പന്നത്തിന്റെയും യാത്ര തുടങ്ങുന്നത് അടിസ്ഥാനപരമായ 2 ചോദ്യങ്ങളിൽ നിന്നാണ്. ഏറ്റവും മികച്ച അസംസ്കൃത വസ്തുക്കൾ നമുക്ക് എവിടെ നിന്ന് കിട്ടും? പിന്നെ ഇതെല്ലാം വെച്ച് ഉൽപ്പന്നം നിർമ്മിക്കാനുള്ള ഫാക്ടറി നമ്മൾ എവിടെ സ്ഥാപിക്കും? ഈ ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഒരു സപ്ലൈ ചെയിനിന്റെ അടിത്തറ. അപ്പോ നമ്മൾ ആദ്യം പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് വാക്കാണ് സോഴ്സിംഗ്. ഇത് വെറുതെ സാധനങ്ങൾ വാങ്ങുന്നതിനെക്കുറിച്ചല്ല, ഏറ്റവും മികച്ച സപ്ലയർമാരെ തന്ത്രപരമായി കണ്ടെത്തി തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണിത്. നമ്മുടെ ചിപ്സിന്റെ കാര്യത്തിലെ ഏറ്റവും നല്ല ഏത്തക്കായ കിട്ടുന്ന ഫാമുകൾ ഏതാണെന്നും വിശ്വസിക്കാവുന്ന ഓയിൽ സപ്ലയർമാർ ആരാണെന്നും കണ്ടെത്തണം. ഇവിടെ ക്വാളിറ്റി, വില, വിശ്വാസ്യത ഇതെല്ലാം നമ്മൾ ബാലൻസ് ചെയ്യണം. അതാണ് സോഴ്സിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത്തക്കായും ഓയിലും തരാനുള്ള സപ്ലയർമാരെ കിട്ടി. കൊള്ളാം. പക്ഷേ ഈ ചിപ്സ് ഉണ്ടാക്കാനുള്ള ഫാക്ടറി ഇവിടെ തുടങ്ങും. ഇത് തോന്നിയ പോലെ എടുക്കേണ്ട ഒരു തീരുമാനമല്ല. സപ്ലൈ ചെയിൻ മാനേജ്മെന്റിലെ ഏറ്റവും നിർണായകമായൊരു തീരുമാനമാണിത്. ഇതിനെയാണ് പ്ലാന്റ് ലൊക്കേഷൻ ഡിസിഷൻ എന്ന് പറയുന്നത്. ഒരു ഫാക്ടറി എവിടെ വേണമെന്ന് തീരുമാനിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കൂ. 1. അസംസ്കൃത വസ്തുക്കൾക്ക്, അതായത് നമ്മുടെ ഏത്തക്കായ ഫാമുകൾക്ക് അടുത്തു തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടും. 2. മാർക്കറ്റിലേക്ക്, അതായത് നഗരങ്ങളിലേക്കും ടൗണുകളിലേക്കും എളുപ്പത്തിലെത്താൻ കഴിയണം. നല്ല റോഡ് സൗകര്യം, അതായത് ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ അത്യാവശ്യമാണ്. പിന്നെ ജോലി ചെയ്യാൻ ആളുകളെ കിട്ടണം. വെള്ളം, കറണ്ട് തുടങ്ങിയ സൗകര്യങ്ങൾ വേണം. ഇതിൽ ഓരോന്നും ഒരു ബിസിനസ്സിനെ വിജയത്തിലേക്കോ പരാജയത്തിലേക്കോ നയിക്കാൻ കഴിവുള്ള ഘടകങ്ങളാണ്. ശരി, ഫാക്ടറിയുടെ സ്ഥലം തീരുമാനിച്ചു, അസംസ്കൃത വസ്തുക്കളുമെത്തി. ഇനി നമ്മൾ സപ്ലൈ ചെയിനിന്റെ ഹൃദയത്തിലേക്ക് കടക്കുകയാണ്. അതായത് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും സൂക്ഷിക്കുകയും യാത്രയ്ക്ക് തയ്യാറാക്കുകയും ചെയ്യുന്ന ഫെസിലിറ്റീസ്, അതായത് വെയർഹൌസുകൾ പോലുള്ള സ്ഥലങ്ങളിലേക്ക്. ഒരു വെയർഹൌസ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ വെറുതെ കൂട്ടിയിടുന്ന ഒരു സ്ഥലം മാത്രമല്ല, അതൊരു ഡൈനാമിക് ഹബ്ബാണ്. അവിടെ ഇൻവെന്ററി മാനേജ് ചെയ്യണം, വരുന്ന ഓർഡറുകളെടുത്ത് പാക്ക് ചെയ്ത് ഷിപ്പ് ചെയ്യണം, അതായത് ഓർഡർ ഫുൾഫിൽമെന്റ്. ചിലപ്പോൾ ട്രാൻസ്പോർട്ട് കോസ്റ്റ് കുറയ്ക്കാൻ പല സ്ഥലത്തേക്കുള്ള ഓർഡറുകൾ ഒരുമിച്ച് ഒരൊറ്റ ട്രക്കിൽ കയറ്റി അയക്കും. ഒരു സപ്ലൈ ചെയിന്റെ നാഡീകേന്ദ്രമെന്ന് തന്നെ പറയാം ഈ വെയർഹൌസുകളെ. ഇവിടെ ഒരു കമ്പനിക്ക് മുന്നിൽ പ്രധാനമായും 2 വഴികളുണ്ട്. ഒന്ന്, പബ്ലിക് വെയർഹൌസ് ഉപയോഗിക്കാം. ഇത് വാടകയ്ക്കൊരു സ്ഥലമെടുക്കുന്നത് പോലെയാണ്. ഫ്ലെക്സിബിളാണ്, വലിയ മുതൽമുടക്കു വേണ്ട. പുതിയതായി തുടങ്ങുന്ന കമ്പനികൾക്ക് ഇതൊരു നല്ല ഓപ്ഷനാണ്. അല്ലെങ്കിൽ സ്വന്തമായി ഒരു പ്രൈവറ്റ് വെയർഹൌസ് നിർമ്മിക്കാം. ഇതിന് പൂർണ്ണ നിയന്ത്രണം നമുക്കായിരിക്കും, പക്ഷേ മുതൽമുടക്ക് വളരെ കൂടുതലാണ്. അപ്പോൾ ഫ്ലെക്സിബിലിറ്റിയും കൺട്രോളും തമ്മിലുള്ള ഒരു ട്രേഡ് ഓഫാണിത്. ഒരു വെയർഹൌസ് നടത്തുന്നത് അത്ര ചെലവ് കുറഞ്ഞ കാര്യമല്ല. ഏറ്റവും വലിയ ചിലവുകൾ വരുന്നത് ലേബർ കോസ്റ്റ്, അതായത് ജീവനക്കാരുടെ ശമ്പളം, പിന്നെ ഇൻവെന്ററി ഹോൾഡിംഗ് കോസ്റ്റ് എന്നിവയ്ക്കാണ്. ഇൻവെന്ററി ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ സാധനങ്ങൾ ഷെൽഫിലിരിക്കുമ്പോൾ അതിൽ മുടങ്ങിയിരിക്കുന്ന പണത്തിന്റെ ചിലവാണ്. ഈ 2 ചിലവുകളും കൃത്യമായി മാനേജ് ചെയ്യുന്നത് ലാഭത്തിന് വളരെ അത്യാവശ്യമാണ്. ഓക്കേ, നമ്മുടെ ബനാന ചിപ്സ് ഉണ്ടാക്കി പാക്ക് ചെയ്ത് തയ്യാറായിരിക്കുന്നു. ഇനി അടുത്ത നിർണായക ഘട്ടം എന്താണ്? ഇതിനെ വെയർഹൌസിൽ നിന്ന് പുറത്തിറക്കി ഉപഭോക്താവിന്റെ അടുത്തേക്ക് എത്തിക്കണം. ഇവിടെയാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന ലോജിസ്റ്റിക്കൽ ഡ്രൈവറിന്റെ റോൾ വരുന്നത്. ഉൽപ്പന്നങ്ങൾ എങ്ങനെ അയക്കണമെന്ന് തീരുമാനിക്കുന്നത് വളരെ പ്രധാനമാണ്. നമുക്ക് ട്രക്കുകൾ, ട്രെയിനുകൾ, വിമാനങ്ങൾ, കപ്പലുകൾ, ഇങ്ങനെ പല ഓപ്ഷനുകളുണ്ട്. നമ്മുടെ ബനാന ചിപ്സ് ഒരു സംസ്ഥാനത്തിനുള്ളിൽ വിതരണം ചെയ്യാൻ ട്രക്കുകളാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. കാരണം അത് വേഗതയും ചിലവും ഫ്ലെക്സിബിലിറ്റിയും തമ്മിൽ നല്ലൊരു ബാലൻസ് നൽകുന്നു. നമ്മൾ ഒരിക്കലും ഒരു ചിപ്സ് പാക്കറ്റ് വിമാനത്തിൽ അയക്കില്ല, അല്ലേ? കാരണം അതിന് ഭയങ്കര ചിലവാണ്. എന്നാൽ ഈ പ്രോസസ്സ് ഇനിയും വേഗത്തിലാക്കാൻ ഒരു വഴിയുണ്ടെങ്കിലോ? വെയർഹൌസിംഗ് എന്ന ഘട്ടം ഏതാണ്ട് പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിച്ചാലോ? അതിനൊരു കിടിലൻ സ്ട്രാറ്റജിയുണ്ട്. അതാണ് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട അടുത്ത കീ ടേം, ക്രോസ് ഡോക്കിംഗ്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഫാക്ടറിയിൽ നിന്ന് ബനാന ചിപ്സിന്റെ ഒരു വലിയ ലോഡ് ട്രക്കിൽ വരുന്നു. അത് വെയർഹൌസിലെ ഷെൽഫുകളിൽ വെക്കുന്നതിനു പകരം വന്ന ഉടനെ തന്നെ പല സ്ഥലങ്ങളിലേക്കുള്ള ചെറിയ ട്രക്കുകളിലേക്ക് തരംതിരിച്ചു കയറ്റിവിടുന്നു. ഇതൊരു റീലേ റേസ് പോലെയാണ്. ഇത് സപ്ലൈ ചെയിനിനെ അവിശ്വസനീയമാം വിധം വേഗതയുള്ളതും കാര്യക്ഷമവുമാക്കുന്നു. ഇതുവരെ നമ്മൾ സംസാരിച്ചത് സാധനങ്ങളുടെ ഫിസിക്കൽ മൂവ്മെന്റിനെക്കുറിച്ചാണ്, അതായത് എങ്ങനെ എന്നതിനെക്കുറിച്ച്. എന്നാൽ ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നത് എന്താണ്?
ഇനി നമുക്ക് ഈ ഓപ്പറേഷന്റെ തലച്ചോറിലേക്ക് പോകാം. അതായത് എല്ലാത്തിനെയും ഏകോപിപ്പിക്കുന്ന ക്രോസ് ഫങ്ഷണൽ ഡ്രൈവറുകളായ ഇൻഫർമേഷനെയും പ്രൈസിങ്ങിനെയും കുറിച്ച് സംസാരിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇൻഫർമേഷനാണ് ഒരു സപ്ലൈ ചെയിനിനെ ഒരുമിച്ച് നിർത്തുന്ന പശ. കൃത്യവും തത്സമയവുമായ ഡേറ്റാ ഫ്ലോ ഇല്ലെങ്കിൽ ഈ സിസ്റ്റം മുഴുവനായി തകരും. ഫാമും ഫാക്ടറിയും വെയർഹൌസും കടയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഈ ഇൻഫർമേഷനാണ്. എവിടെ എന്ത് എപ്പോൾ സംഭവിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാൻ കഴിയണം. നല്ല ഇൻഫർമേഷൻ നമുക്ക് വിസിബിലിറ്റി തരും. അതായത് ഒരു ബോക്സ് ചിപ്സ് എവിടെയാണെന്ന് ഓരോ ഘട്ടത്തിലും ട്രാക്ക് ചെയ്യാൻ പറ്റും. അത് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാതെ ഒരുപാട് ചിപ്സ് ഉണ്ടാക്കി വേസ്റ്റ് ആക്കുകയോ അല്ലെങ്കിൽ ആവശ്യത്തിനുണ്ടാക്കാതെ കടകളിലെ ഷെൽഫുകൾ കാലിയാക്കിയിടുകയോ ചെയ്യേണ്ടി വരില്ല. ഡേറ്റ ഉപയോഗിച്ച് മികച്ച തീരുമാനങ്ങൾ എടുക്കുക, അതാണ് കാര്യം. ഒടുവിൽ നമ്മൾ അവസാനത്തെ ഡ്രൈവറിലേക്കെത്തുന്നു, പ്രൈസിംഗ്. ഇത്രയും ഘട്ടങ്ങളിലൂടെയെല്ലാം കടന്നുപോയ ശേഷം സോഴ്സിംഗ്, മാനുഫാക്ചറിംഗ്, സ്റ്റോറിംഗ്, ട്രാൻസ്പോർട്ടിംഗ്, ഈ ഉൽപ്പന്നത്തിന് എങ്ങനെയാണ് നമ്മൾ വിലയിടുന്നത്? ഈ തീരുമാനം വെറുതെ എടുക്കുന്ന ഒന്നല്ല. വഴിയിൽ വന്ന ഓരോ ചെലവുകളും കണക്കിലെടുക്കണം. ഒപ്പം ഉപഭോക്താവ് എത്ര രൂപ തരാൻ തയ്യാറാണ് എന്നതും പരിഗണിക്കണം. അപ്പോ നമ്മൾ ഒരൊറ്റ ഏത്തക്കായിൽ നിന്ന് ഒരു പാക്കറ്റ് ചിപ്സ് വരെയുള്ള യാത്ര കണ്ടു. ഇനി നമുക്ക് കുറച്ചുകൂടി സൂം ഔട്ട് ചെയ്ത് ഈ ആശയങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്ത് ഒരു വലിയ ചിത്രം കാണാം. ഇവയാണ് സപ്ലൈ ചെയിൻ പെർഫോമൻസിന്റെ 6 ഡ്രൈവറുകൾ. ഇത് ഓർത്തുവയ്ക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. ആദ്യത്തെ 3 ലോജിസ്റ്റിക്കൽ ഡ്രൈവേഴ്സ്, അതായത് ഫെസിലിറ്റീസ്, ഇൻവെന്ററി, ട്രാൻസ്പോർട്ടേഷൻ. ഇവ ഉൽപ്പന്നങ്ങൾ എങ്ങനെ എവിടെ നീങ്ങുന്നു എന്നതിനെക്കുറിച്ചാണ്. അടുത്ത 3 ക്രോസ് ഫങ്ഷണൽ ഡ്രൈവേഴ്സ്, അതായത് ഇൻഫർമേഷൻ, സോഴ്സിംഗ്, പ്രൈസിംഗ്. അത് എന്തിനെന്നതിനെക്കുറിച്ചാണ്. പരീക്ഷകൾക്ക് ഈ 2 വിഭാഗങ്ങളും ഓർത്തുവയ്ക്കുന്നത് വളരെ നല്ലതാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു കാറിന്റെ എഞ്ചിൻ പോലെയാണെന്ന് ചിന്തിക്കാം. ഒരു നല്ല കമ്പനിക്ക് ശക്തമായ ഒരു എഞ്ചിൻ മാത്രം പോരാ, അതിലെ 6 സിലിണ്ടറുകളും ഒരുമിച്ച് ഒരേ താളത്തിൽ പ്രവർത്തിക്കണം. നിങ്ങളുടെ സോഴ്സിംഗ് മോശമാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ മാത്രം ഒപ്റ്റിമൈസ് ചെയ്തിട്ടൊരു കാര്യവുമില്ല. ഈ സിസ്റ്റം മുഴുവനായി നന്നായി പ്രവർത്തിക്കുമ്പോഴാണ് ബിസിനസ്സിൽ വിജയമുണ്ടാകുന്നത്. ഒരു സാധാരണ ചിപ്സ് പാക്കറ്റിൽ നിന്ന് നമ്മൾ സ്ട്രാറ്റജിയുടെയും സങ്കീർണതയുടെയും ഒരു വലിയ ലോകം കണ്ടു. ഈ സിസ്റ്റം ഇപ്പോൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തായിരിക്കും അടുത്ത വലിയ വെല്ലുവിളി? സപ്ലൈ ചെയിനുകളെ കൂടുതൽ സുസ്ഥിരമാക്കുന്നതായിരിക്കുമോ? അതോ ഡിമാൻഡ് പ്രവചിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നതായിരിക്കുമോ? അത് നമുക്ക് ചിന്തിക്കാൻ ഞാൻ വിട്ടുതരുന്നു.